ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പൊട്ടറ്റോ ലോലിപോപ്പ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഒരു 3-4 പൊട്ടറ്റോസ് നമുക്ക് ശരിക്ക് വേവിച്ചെടുക്കാം. അതിനുശേഷം അത് ശരിക്ക് മാഷ് ചെയ്തെടുക്കാം. മാഷ് ചെയ്തെടുത്തതിന് ശേഷം അത് ശരിക്ക് കുഴച്ചെടുക്കാം. ഞാൻ ഉരുളക്കിഴങ്ങെല്ലാം ശരിക്ക് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാള ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 2 ടീസ്പൂൺ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. മല്ലിയില ഒരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, പുളിപ്പ് ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, അല്ലാത്തവർക്ക് ചേർക്കണ്ട. ഏകദേശം 1/2 കപ്പോളം ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഡോ തയ്യാറാക്കാം. കയ്യിൽ അല്പം എണ്ണ തടവിയതിന് ശേഷം മാവിൽ നിന്ന് അല്പാൽപ്പം എടുത്ത് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാക്കാം. ബോൾസ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ബാറ്റർ തയ്യാറാക്കാം. അതിനുവേണ്ടി കുറച്ച് മൈദപ്പൊടി എടുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ശരിക്കും മിക്സ് ചെയ്ത് ഒരുപാട് ലൂസല്ലാത്ത ഒരു ബാറ്റർ, ഒരുപാട് കട്ടിയല്ലാത്ത ഒരുപാട് ലൂസല്ലാത്ത ഒരു ബാറ്റർ നമുക്ക് തയ്യാറാക്കാം. നമ്മുടെ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ബോൾ എടുക്കാം, പൊട്ടറ്റോ ബോൾ എടുക്കാം. അത് നമുക്ക് ഈ മൈദ ബാറ്ററിലൊന്ന് മുക്കിയെടുക്കാം ശരിക്ക്. അതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ശരിക്ക് കോട്ട് ചെയ്തെടുക്കാം. അതുപോലെ എല്ലാ പൊട്ടറ്റോ ബോൾസും മൈദമാവിൽ മുക്കിയെടുക്കാം. ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. എല്ലാ ബോൾസും നമ്മൾ മൈദമാവിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പ്രോസസ്സ്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓരോരോ ബോൾസ് ആയിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നമുക്ക് റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം, വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ബോൾസ് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ശരിക്കും ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പൊട്ടറ്റോ ലോലിപോപ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.